ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ഷോമി ഷോനി ഗൈസ് നശിവനി. അപ്പോൾ ഗൈസ്, ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു കാര്യമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്, നമുക്കൊരു അടിപൊളിയായിട്ടുള്ളൊരു സാധനം ഉണ്ടാക്കാവേ. ഞാനൊരു സ്റ്റാറാണ് അപ്പോൾ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി കളർ പേപ്പർ, സിസേഴ്സ് ആൻഡ് ഗ്ലൂ ഗൈസ്. ഗ്ലൂ ആണ് നമുക്ക് വേണ്ടത്. കളർ പേപ്പർ തന്നെ വേണമെന്നില്ല, നമുക്ക് ഇഷ്ടമുള്ളൊരു പേപ്പറും എടുക്കാവേ. അപ്പോൾ നമുക്ക് നേരെ പോകാം ഗൈസ്. ഇതാണ് ഞാൻ കളർ പേപ്പർ ആണ് എടുത്തേക്കുന്നത്. ആദ്യം നമുക്ക് കറക്റ്റ് ഒരു സ്ക്വയർ ആക്കണമെങ്കിൽ ഈ ഒരു പേപ്പറിൻ്റെ മൂലയ്ക്ക് പിടിച്ചിട്ട് ഇങ്ങനൊരു ഇതാക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് കുറേ പേപ്പർ ലെഫ്റ്റ് വരും. ബാക്കി പേപ്പർ ഒരു ട്രയാങ്കിൾ ഷേപ്പായിരിക്കും, അത് മടക്കുമ്പോൾ കറക്റ്റ്. അപ്പോൾ ആ ബാക്കി വന്ന പേപ്പർ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കുക. ആ ഒരു ട്രയാങ്കിൾ ഷേപ്പുള്ള പേപ്പറാണ് നമുക്ക് വേണ്ടത്. ആ ബാക്കി വന്ന പേപ്പർ ഇനി ഇതിൽ യൂസ് ഇല്ല. ആ ഒരു ട്രയാങ്കിൾ ഷേപ്പുള്ള പേപ്പർ നിവർത്തിയാൽ നമുക്ക് കറക്റ്റ് സ്ക്വയർ കിട്ടുന്നതായിരിക്കും ഗൈസ്. കാരണം നമുക്ക് സ്ക്വയർ എന്ന് പറയുമ്പോൾ അത് തിരിച്ചു വെക്കുമ്പോൾ ഒരു പട്ടത്തിൻ്റെ ഒക്കെ ഒരു ഷേപ്പ് വരുന്നതായിരിക്കും. ദാണ്ട് ഇത് സ്ക്വയർ ആണ് ഗൈസ് ഞാനിപ്പോൾ കാണിച്ചത്. ഇനി അത് നമ്മളൊന്ന് തിരിച്ചു നോക്കുമ്പോൾ ഒരു പട്ടം ഇരിക്കുന്നത് പോലെ ആയിരിക്കും നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെ കാണണം സ്ക്വയർ വരുമ്പോൾ. അതിനുവേണ്ടിയായിരുന്നു അങ്ങനെ ചെയ്തത്. ഇനിയും അതിൻ്റെ ഒരു വക്ക് പിടിച്ച് ആ നടുക്കത്തെ ആ വരയുടെ ലൈൻ്റെ അവിടെ അത് മടക്കി ഫോൾഡ് ചെയ്ത് കൊടുക്കണം നമ്മൾ. അപ്പോൾ അത് കറക്റ്റൊന്നും ചുളൊന്നും ഇല്ലാതെ കൂർത്ത രീതിയിൽ വേണം നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുക്കാൻ. അതേപോലെ രണ്ട് സൈഡും നമുക്ക് ചെയ്ത് കൊടുക്കണം. അവസാനം രണ്ട് സൈഡ് ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ബാക്കിലായിട്ട് ഇത് വരും. അതിന് മുമ്പ് അത് നന്നായിട്ട് ഇതൊക്കെ ചെയ്യണം, ഇങ്ങനെ തേച്ച് കൊടുത്തേക്കണം. അപ്പോൾ ആ ഒരു ലൈൻ വരും. ഇനി അതിൻ്റെ ബാക്കിലത്തെ ആ വന്ന പേപ്പർ ഫോൾഡ് ചെയ്ത് ഫ്രണ്ടിലോട്ട് ഫോൾഡ് ചെയ്ത് അതിനകത്തെ ഒരു കുഞ്ഞു വരയുണ്ട് തോന്നിക്കുന്നതിൽ നമ്മൾ ഇതേപോലെ ഇങ്ങനെ രണ്ട് വശത്തായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് മടക്കി ഞാൻ നന്നായിട്ട് പ്രസ് ചെയ്യുന്നുണ്ട് ഗൈസ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഗ്ലൂ തേക്കണം. ഗ്ലൂ തേക്കണം ഗൈസ്. ഗ്ലൂ ഇച്ചിരി ലീക്കായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഗ്ലൂ തേക്കേണ്ടത് ആ ഒരു നടുക്ക് ഭാഗത്ത് മാത്രമേ ഗ്ലൂ തേക്കാവുള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഗ്ലൂ ഒട്ടിച്ച് കഴിഞ്ഞ് തുറക്കുമ്പോൾ അതിൻ്റെ നടുക്ക് ഓപ്പൺ ആയിരിക്കണം. അപ്പോൾ നടുക്ക് ഭാഗത്ത് ഗ്ലൂ തേച്ചാൽ അത് ഒട്ടിയിരിക്കും. അപ്പോൾ നമ്മുടെ സ്റ്റാർ ശരിയാകത്തില്ല ഗൈസ്. അപ്പോൾ നമ്മൾ ഇത്രയും ഗ്ലൂ തേച്ചിട്ട് ഇനി അത് ഒട്ടിച്ചു കൊടുക്കുക. ഞാൻ ഒട്ടിച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ഉണങ്ങി കിട്ടുമല്ലോ. അപ്പോൾ നമ്മളത് തിരിച്ചു വെക്കുമ്പോൾ ഏകദേശം ഒരു ഇതുപോലെ ഒരു ഷേപ്പ് വന്നിട്ടുണ്ട്. കണ്ടോ, നടുക്കിങ്ങനെ ഓപ്പൺ ചെയ്തിരിക്കണം. ഞാനിപ്പോൾ ഇതിങ്ങനെ ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും ഇങ്ങനത്തെ 6 എണ്ണമായിരിക്കും നമുക്ക് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഗൈസ് നമുക്ക് ഉണ്ടാക്കാം. നെക്സ്റ്റ് ഞാൻ എടുത്തേക്കുന്നത് പിങ്ക് ആയിരുന്നു. പിന്നെ ഗ്രീൻ എടുത്തു, ഓറഞ്ച് എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാനിങ്ങനെ ഓരോ ഇതായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. നെക്സ്റ്റ് യെല്ലോ ആയിരുന്നു എടുത്തേക്കുന്നത്. ഒത്തിരി എടുത്തിട്ടുണ്ട്, എല്ലാം ഒന്നും ഇതിനകത്ത് കാണിച്ചിട്ടില്ല ഗൈസ്. അപ്പോൾ നമുക്ക് എല്ലാം ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇനിയും ഞാനിപ്പോൾ ബ്ലൂ 2 എണ്ണം, ഡാർക്ക് ബ്ലൂ, ലൈറ്റ് ബ്ലൂ, അങ്ങനെ ഒത്തിരി കളേഴ്സ് എടുത്തിട്ടുണ്ട്. 6 എണ്ണമാണ് ടോട്ടൽ പീസ് വേണ്ടത്. ഇപ്പോൾ ഇതിൻ്റെ അകം ഓപ്പൺ ആയിരിക്കണം. അത് നിങ്ങൾ ഒരിക്കലും മറക്കല്ല. അകം ക്ലോസ് ആയാൽ നിങ്ങളുടെ എല്ലാം പോയി ക്രാഫ്റ്റിൻ്റെ. ഇനിയും അത് കണ്ടോ, അവിടെ ഒരു കുഞ്ഞു വര, ആ ഒരു വര സൂക്ഷിച്ച് നോക്കി നമുക്ക് കാണാൻ പറ്റും. അവിടെ വെച്ച് നമുക്ക് ഗ്ലൂ തേച്ച് കൊടുക്കുക. ഗ്ലൂ നന്നായിട്ട് തേച്ച് കൊടുത്തതിന് ശേഷം എത്ര പേപ്പർ ഉണ്ടോ അത് അതേപോലെ, എത്ര പേപ്പറല്ല, അടുത്തൊരു പേപ്പർ അതിൻ്റെ മണ്ടയ്ക്കോട്ട് അതേപോലെ തന്നെ ഫിറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഞാൻ അതേപോലെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ 6 പേപ്പറും ഇങ്ങനെ ഫിറ്റ് ചെയ്ത് അവസാനം വരെ ഫിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കേണ്ടതാണ്. അപ്പം ഞാൻ പച്ചയാണ് നെക്സ്റ്റ് പിങ്ക് കഴിഞ്ഞ് വെച്ചേക്കുന്നത്. അങ്ങനെ ഒത്തിരി വെക്കുന്നുണ്ട്, എല്ലാം ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഫുള്ള് ചെയ്തിട്ട് കാണാം ഗൈസ്. അങ്ങനെ ഞാൻ ഫുള്ളൊക്കെ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഒന്ന് ആ ഒരു ഭാഗം ഇവിടെ ഇട്ട് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്കൊരു സ്റ്റാർ കിട്ടിയിട്ടുണ്ട്. ഇത് നല്ല രസമായിരുന്നു. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ബിലോ. അപ്പോൾ ഗൈസ്, ഇതാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഇത് ഞാൻ സ്കൂളിൽ വെച്ച് ഉണ്ടാക്കിയായിരുന്നു, 2 ചെറുത്. ഞാൻ സ്കൂളിൽ എക്സ്ട്രാ കരിക്കുലർ ആർട്ട് ആൻഡ് ക്രാഫ്റ്റിലാണ് ഞാൻ വള്ളിയൊക്കെ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ്, കൊള്ളാവോ? കമൻറ്റ് ബിലോയ്ക്ക് ഞാൻ പറയുകയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.